പറയുന്നു, ബഹുമാനപ്പെട്ട കന്യാല മൗലൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന്റെ കൂടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരാൾ തയ്യോട് ചിറയിൽ നിന്ന് കന്യാല മൗലയെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് പുറപ്പെട്ടു. ഡ്രൈവ് ചെയ്ത് വരുന്നതിനിടയിൽ വഴിയിൽ നിന്നൊരു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനുമുണ്ട് കന്യാല മൗലയെ കാണാനെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വാഹനത്തിന്റെ ബാക്ക് സീറ്റിൽ കയറി 3 പേരും പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ആലിമാണത്രേ, പണ്ഡിതനൊക്കെ തന്നെയാണ്. അയാൾ വെറുതെ തമാശക്ക് ചോദിച്ചു കല്ലൂർ ഉസ്താദിനോട്, അല്ല കല്ലൂർ ഉസ്താദ്, ഈ കന്യാല മൗലായുടെ അടുക്കൽ ജിന്നിന്റെ സേവയാണോ ഉള്ളത്? ജിന്നിന്റെ സേവയുണ്ടോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് താങ്ങാവുന്നതിലപ്പുറമുള്ള ചോദ്യമായി. മൗലയുടെ ആത്മാർത്ഥമായ മുഹിബ്ബായിരുന്ന ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല, മറുപടി കൊടുത്തില്ല. നേരെ വാഹനം പോയി കന്യാല മൗലയുടെ വീട്ടിന്റെ മുമ്പിൽ പോയി നിന്നു. 2 പേരും വാഹനത്തിൽ നിന്നിറങ്ങി. അസ്സലാമു അലൈക്കും കല്ലൂർ ഉസ്താദ് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം സലാം അടക്കുകയും ചെയ്തു. ബാക്കിലുള്ള ഉസ്താദ് കയറി അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോൾ കന്യാല മൗല സലാം മടക്കിയില്ല, പകരം പറഞ്ഞു, പകരം ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയത്, സൂറത്തുൽ ജിൻ ഓതി. ഖദ് ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ എന്ന സൂറത്തുൽ ജിൻ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങ് ഓതിയിട്ട് പറഞ്ഞു, എടാ അബ്ദുല്ലാക്ക് ജിന്നിന്റെ സേവ വേണ്ടടാ. ഹൃദയം തെളിയിപ്പിച്ചെടുക്കാൻ പറ്റിയ ചില ആലിമീങ്ങൾ, ചില മഹത്തുക്കൾ ലോകത്ത് ജീവിച്ചു പോയിരുന്നു. ശംസുൽ ഉലമ ഒരു ഉദാഹരണമായിരുന്നു, കണ്ണിയത്ത് ഉസ്താദ് മറ്റൊരു ഉദാഹരണമായിരുന്നു.